ഐഷ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണവുമായി ബി.ജെ.പി. കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വയക്കിൽ സോമൻ രംഗത്ത്. ഐഷ പോറ്റി ബി.ജെ.പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും തിരുവനന്തപുരത്ത് വച്ചായിരുന്നു ബി.ജെ.പി. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെന്നും വയക്കിൽ സോമൻ പറയുന്നു. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ തന്റെ കയ്യിലുണ്ട് എന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ചിത്രങ്ങൾ പുറത്തുവിടുമെന്നുമാണ് ഭീഷണി. ആ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. ആ പ്രതികരണം കേൾക്കാം. ഐഷ പോറ്റി ചർച്ച നടത്തി ഷാൾ സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോ വരുന്ന 2 ഇലക്ഷൻ ടൈമിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. ബി.ജെ.പി. ആയിട്ട് ചർച്ച നടത്തിയോ ഇല്ലയോ എന്നൊക്കെ ആയമ്മ പറയേണ്ടി വരും. അതിനുള്ള പ്രൂഫ് ഞങ്ങളുടെ കുറിച്ചുണ്ട്, ഞങ്ങൾ പറയാം. അത് അലസിയ കാര്യങ്ങളൊക്കെ ഇനി ചത്ത കുഞ്ഞിന്റെ ജാതകം വായിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഫോട്ടോ ഇറക്കാം, ഇത് എവിടെയാണ് ചർച്ച നടത്തിയെന്ന്. എന്തുവല്ല നിങ്ങൾക്കൊരു വിരുന്ന് നമ്മൾ ഒരുക്കുന്നുണ്ട്. ഷമീർ വിവരങ്ങൾ പറഞ്ഞു. ഷമീറെ, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൊട്ടാരക്കരയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ആളുകൂടിയാണ് നമുക്കറിയാവുന്ന പോലെ ഐഷ പോറ്റി. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗുരുതരമായൊരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ചിത്രങ്ങളടക്കം പുറത്തുവിടുമെന്ന ഭീഷണിയുമുണ്ട്. ഇത് ഈ പ്രതികരണങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? ഇപ്പൊ ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം? ഐഷ പോറ്റി നിലവിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് ഐഷ പോറ്റി പറയുന്നത്. ഐഷ പോറ്റി നേരത്തെ തന്നെ ബി.ജെ.പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയിട്ടുള്ളൂ എന്ന ഗുരുതരമായ ആരോപണമാണ് ബി.ജെ.പിയുടെ തന്നെ കൊല്ലം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി വൈക്കൽ സോമൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഐഷ പോറ്റി ബി.ജെ.പി. ഷാൾ അണിഞ്ഞ ചിത്രങ്ങൾ തങ്ങളുടെ പക്കലുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പുറത്തുവിടും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈശ്വര വിശ്വാസിയായ ഐഷ പോറ്റിയെ നിരീശ്വരവാദിയാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും കൃത്യമായ തെളിവ് തങ്ങളുടെ പക്കലുണ്ട്, അല്ലെങ്കിൽ ഐഷ പോറ്റി നിഷേധിക്കട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇനിയും വരാനുണ്ട്. ഈ ചിത്രങ്ങൾ ഇവരുടെ പക്കലുണ്ട് എന്ന് അസന്നിഗ്ധമായി തന്നെ ഇദ്ദേഹം വൈക്കൽ സോമൻ പറയുകയാണ്. പക്ഷേ ഈ പ്രതികരണം വന്നിട്ട് ഇതേ നിമിഷം വരെയും ഐഷ പോറ്റി തിരിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വരിക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സേതുലക്ഷ്മി. ഓക്കെ.